എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുംഭമേളയെ കുറിച്ചിട്ടാണ്. കുംഭമേള ദേ മലപ്പുറത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സന്യാസിമാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അഘോരികളായിട്ടുള്ള സന്യാസിമാരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അതേക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും കാണാനും കേൾക്കാനും ഒന്നും ആയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ശരിക്കും കുംഭമേള എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസിയായിട്ടുള്ള ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സന്തോഷത്തിന്റെ ഇടയിലും ചില വർഗീയ പരാമർശങ്ങളുമായിട്ട് ചില സന്യാസിമാര് എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്യാസി പറഞ്ഞ വാചകത്തിന് മറുപടിയുമായിട്ട് മറ്റു പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കമന്റ് ബോക്സിലൊക്കെ സ്വാമി മര്യനെ തെറി വിളിച്ച് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ചധികം ആളുകൾ ആ തെറി വിളിക്കാൻ വന്ന ആളുകളെയും കട്ട തെറി വിളിച്ച് ഓടിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ്, എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. ഭാരതപ്പുഴ ആരുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ ഇനി ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെയോ വയൊന്നുമല്ല. മനസ്സിലായില്ലേ? തിരുനാവായും. അപ്പോൾ ഇതാണ് കാര്യം. ഞാൻ ഇതേക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്വാമിമര്യനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ കാഷായ വേഷത്തിനും സന്യാസ ജീവിതത്തിനും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആള് സന്യാസി ആവുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അത് ഒരുപാട് കാലത്തെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ ദൈവത്തിലേക്ക് അടുക്കാനുള്ള അവരുടെ മനസ്സ് കൊണ്ടുള്ള ആ ഒരു താല്പര്യത്തിൽ നിന്നൊക്കെയാണ് ഒരാൾ സന്യാസി ആവുന്നത്. ചിലർക്ക് സന്യാസ ജീവിതത്തോട് ഭയങ്കര താല്പര്യമാണ്. ദൈവത്തിലേക്ക് ഒരുപാട് അടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും സന്യാസി ആവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് സന്യാസി ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഒരു സന്യാസിക്ക് ഉണ്ടാവണം. അതാണ് ആ ഒരു വ്യക്തിയെ സന്യാസിയാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, താങ്കൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കാഷായ വേഷത്തിന് എന്താണ് അർത്ഥം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. പുറത്ത് വന്നിട്ട് ഇതുപോലെ കുംഭമേള നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും. അപ്പൊ അത് വെച്ചിട്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും ഞാനിവിടെ ചോദിക്കുന്നത്, ഇപ്പൊ ബാപ്പയുടെ വകയല്ല എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമല്ല ചോദിക്കുന്നത്. തന്തയുടെ വകയല്ല, ആരുടെയും തന്തയുടെ വകയല്ല, അല്ലെങ്കിൽ ആരുടെയും അപ്പന്റെ വകയല്ല, ഭരതന്റെയും വകയല്ല, ബാപ്പയുടെ വകയല്ല, പിതാവിന്റെ വകയല്ല എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഒരു സന്യാസി വര്യനാണ്. അപ്പോൾ താങ്കൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കാഷായ വസ്ത്രത്തിനുള്ളിൽ നിന്ന് തന്നെ തന്തയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ. പൊതുവേ അച്ഛന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ എന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയേണ്ടതായിട്ട് പറയാറുമുണ്ട്. പക്ഷെ അതുപോലെയല്ലല്ലോ ഒരു സന്യാസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ താങ്കൾ ഈ സന്യാസ വേഷത്തിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്രണപ്പെടുന്ന വാക്കുകൾ പറയാതിരിക്കുക, അതാണ് പറയാനുള്ളത്. താങ്കളെ പോലുള്ള ഒരു പണ്ഡിതനോട് ഉപദേശിക്കാനുള്ള യാതൊരുവിധ യോഗ്യതകളും നമുക്കില്ല. പക്ഷേ എന്നാൽ പോലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റ് ചിലർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് മേള അവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്ക് ചിലർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഇടുന്നത് കണ്ടു. ഇനി മലപ്പുറത്ത് കൊണ്ടുവച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി സന്യാസിമാർ തുണിയില്ലാണ്ട് നടക്കുന്നത് കാണേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സന്യാസി വരെയും പറഞ്ഞിട്ടുണ്ട്, തുണി ഇല്ലാതെയും വരും, വേണമെന്ന് വെച്ചാൽ തുണി ഇല്ലാതെ നടക്കും, തുണി ഉടുത്ത് നടക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന സന്യാസിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്യാസിയോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, താങ്കൾ തുണിയില്ലാതെ വരികയാണെങ്കിൽ താങ്കളുടെ കിടക്കാമണി എല്ലാവരും കാണും, അത്രയേ ഉള്ളൂ. പിന്നെ അതവിടെ വിട്ടേക്കാം. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആളുകളും ഈ ഒരു കുംഭമേള മലപ്പുറത്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുംഭമേള ഇനി അവിടെ നടത്താത്തതിന്റെ കുറവേ ഉള്ളൂ, ഇനി പെണ്ണുങ്ങൾക്കൊക്കെ റോഡിൽ ഇറങ്ങി നടക്കേണ്ട, കുറെ സന്യാസിമാരൊക്കെ ഇനി തുണി ഇല്ലാണ്ട് നടക്കും, കോണക കൊടുത്ത് നടക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും പറയും, അത് റോങ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ, അത് കറക്റ്റ് കാര്യമല്ലേ, അതിൽ എന്താണ് തെറ്റ് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സന്യാസിമാർ എല്ലാവരും തുണി എടുക്കാത്തവരല്ല. അതിൽ അഘോരി എന്ന് പറയുന്ന സന്യാസികളുണ്ട്, അഘോരി സന്യാസികൾ. അവരാണ് കൂടുതലും വസ്ത്രം ധരിക്കാതെ ഉള്ളവർ. ചിലർ അഘോരി സന്യാസിയിലും ചിലർ കൗപീനം ധരിക്കാറുണ്ട്, കോണകം. പക്ഷേ ചിലർ ജനിച്ച വേഷത്തിൽ തന്നെയാണ് അവരുടെ നടത്തയും കാര്യങ്ങളും. അപ്പോൾ ചിലർക്ക് ധാരണ ഉണ്ടാവാം, ഈ സന്യാസിമാർ ഇങ്ങനെ നടന്നിട്ട്
സ്ത്രീകളൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് പ്രവർത്തിക്കില്ലേ എന്നൊക്കെയുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ആള് സന്യാസിയാവുന്നത് അവരുടെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ട്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെയുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. പിന്നെ അഘോരി സന്യാസിമാർ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവരാണെങ്കിൽ അവരുടെ അടുത്ത് ആരും അധികം അങ്ങോട്ട് കയറി ഒന്നും പറയാറില്ല. കാരണം അവരെന്ന് വെച്ചാൽ ദേഷ്യം കലിപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ തുണിയുടുപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥ പോലും അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. കാരണം അവരെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ലാത്തവരാണ് ഈ സന്യാസിമാരെന്ന് പറയുന്നത്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ശിവഭക്തരാണ്. ചിലര് നമ്മുടെ ചുടല ഭദ്രകാളിയൊക്കെ പൂജിക്കുന്ന ആളുകളും ഉണ്ട് സന്യാസിമാരിൽ. അപ്പോൾ അവർ കൂടുതലും അവരുടെ ശരീരത്തിൽ പൂശുന്ന ഭസ്മങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശവഭസ്മമാണ്. അതായത് ദഹിപ്പിക്കുമല്ലോ, മനുഷ്യന്റെ ശരീരം ദഹിപ്പിക്കുമ്പോൾ വരുന്ന ആ ഒരു ഭസ്മം ഇല്ലേ, അതാണ് അവരുടെ ശരീരത്തിൽ പൂശുന്നത്. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും നെറ്റി ചൊളിയുമായിരിക്കും. പക്ഷെ എനിക്കത് കേട്ടാൽ നെറ്റിയൊന്നും ചൊളിയില്ല. കാരണം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. അഘോരി സന്യാസിമാരെല്ലാവരും മനുഷ്യ മാംസം പച്ചയ്ക്ക് കഴിക്കുന്നവരാണ് എന്നൊക്കെയുള്ള മിഥ്യാധാരണകൾ പലയിടത്തും ഉണ്ട്. അങ്ങനെ ഉണ്ട് കേട്ടോ. അപൂർവം ചില സന്യാസിമാര് അഘോരികള് മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാല് ശരിക്കും സമൂഹത്തിന് ഒരു തരത്തിൽപ്പെട്ട ദ്രോഹവും ചെയ്യാത്ത ആളുകളാണ് ഈ പറയുന്ന സന്യാസിമാര്, പ്രത്യേകിച്ചും അഘോരികളായിട്ടുള്ള സന്യാസിമാര്. പലർക്കും തെറ്റായ ധാരണയുള്ളതെന്ന് വെച്ചാല് അഘോരി സന്യാസിമാര് ഭയങ്കര ദുഷ്ടരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈന്ദവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അധികം ആളുകളും ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപൂർവം ചിലർ മാത്രമേ കുഴി വെട്ടിയിട്ട് പെട്ടിയിൽ അടക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ ഒരു കത്തി വരുന്ന ശരീരഭാഗം കൈയുടെയോ കാലിൻ്റെയോ എവിടത്തെങ്കിലും ഒക്കെ ഒരു പീസ് അവരുടെ ആവശ്യത്തിന് പകുതി വെന്ത രീതിയിലായിരിക്കും കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മാംസം അവരുടെ ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഒരു നേരം അവർക്ക് കഴിക്കാൻ എത്ര വേണം അത് മാത്രമായിട്ട് അവരിങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചധികം വീഡിയോകളൊക്കെ ഞാൻ അതിൻ്റേത് എടുത്ത് നോക്കിയിട്ടുണ്ട്, ഇത് എന്തിനാണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ അവർ ഫുൾ ടൈം നരഭോജികളല്ല. പിന്നീട് അപൂർവം ചില സന്യാസിമാർ ഈ പറയും പോലെ അഘോരിയിലുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യ വിസർജ്യം ഉണ്ടല്ലോ, മനുഷ്യ വിസർജ്യം ഉണക്കി അത് പുക വലിക്കുന്നത് പോലെ വലിച്ചു കയറ്റുന്ന അഘോരികളും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് ഒരു വിശ്വാസവും ഇല്ല. പക്ഷെ എൻ്റെ ഒരു വിശ്വാസപ്രകാരമാണെങ്കിൽ മലമുണക്കിയതൊന്നും അല്ല അവർ വലിച്ചു കയറ്റുന്നത്. ഒറിജിനൽ കഞ്ചാവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് അവർ വലിച്ചു തള്ളുന്നത്. അല്ലാണ്ട് മലമുണക്കിയതെന്നൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് അത് കേട്ടിട്ട് തോന്നുന്ന പല ആളുകൾക്കും താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ആക്ഷേപമായിട്ട് പറഞ്ഞു വരുത്തിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ സന്യാസിമാർക്കൊന്നും യാതൊരു തരത്തിലുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള യാതൊരു തരത്തിലുള്ള ചിന്തകളും ഉള്ള ആളുകളല്ല. ശരിക്കുമുള്ള സന്യാസിമാർ അങ്ങനെ തന്നെയാണ്. പിന്നീട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സന്യാസിമാർ എത്ര തുണിയെടുക്കാതെ നടന്നു കഴിഞ്ഞാലും അവരുടെ ശരീരഭാഗങ്ങൾ ആ സാധാരണ നിലയിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് സ്ത്രീകളെ കണ്ടെന്നും പറഞ്ഞിട്ട് അതൊന്നും പ്രത്യേക തരത്തിലും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് അവർ വർഷങ്ങളായിട്ടുള്ള അവരുടെ സാധനയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദൈവികമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിന്നും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ദിനചര്യകളിൽ നിന്നും യോഗയിൽ നിന്നും അങ്ങനെ അവർ പല അവരുടേതായിട്ടുള്ള ഘടകത്തിൽ നിന്നും അവർ ആർജിച്ച് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണയിൽപ്പെട്ട ഏതൊരു മനുഷ്യനും ഇതുപോലെ തുണിയില്ലാതെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് വിഷയമാണ്. പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇവരുടെയൊക്കെ കാലിലും ഒക്കെ തൊട്ട് തൊഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇവിടെ ചിലർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ദണ്ടുണ്ടല്ലോ, വടി പോലുള്ള ഒരു ദണ്ട് എടുത്തിട്ട് ഈ പറയുന്ന ലൈംഗിക അവയവത്തിൽ ചുറ്റി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പുകളൊക്കെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും ഒരുപാട് സാഹസികതകൾ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള അഘോരികളൊക്കെ ധാരാളം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത്തരക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മായാജാലങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്. ശരീരഭാഗങ്ങളിൽ തീ പോലെയൊക്കെ വച്ച് അങ്ങനെയൊക്കെ പൊള്ളിക്കുന്ന സ്വാമിജികളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ചിലർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു നിള എന്ന് പറയുന്ന ആ ഒരു നിളാനദി മലിനപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ വന്ന് സ്നാനം ചെയ്ത് പോകുമ്പോൾ നിളാനദി മലിനപ്പെടും എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് തീർത്തും തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇത്രയധികം ആളുകൾ വരുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, പല ആളുകൾക്കും പല രോഗങ്ങളുണ്ടാവാം.
അതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം കറക്റ്റ് തന്നെയാണ്. പകർച്ചവ്യാധികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാധ്യതയില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് കുംഭമേള നടന്നൊരു സംഭവം. പക്ഷേ ആ ഒരു കുംഭമേളയിൽ പങ്കെടുത്ത് പോയിട്ടുള്ള ആർക്കും അങ്ങനെ മാരക രോഗം പിടിപെട്ടു എന്നൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. ഭക്തിയുടെ നിറവിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് എന്ന് കരുതി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. രോഗങ്ങൾ വരാതിരിക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുംഭമേള എന്ന് പറയുന്ന ആ ഒരു മഹാമേള, ആ ഒരു മഹാസ്നാനം ഇപ്പോൾ ഇതുപോലെയുള്ള ബാലിശമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് വേണ്ട എന്നൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മറ്റുള്ളവരുടെ ആ ഒരു സംശയം പറയുന്നത് പോലെ തന്നെ കുംഭമേള നടന്നു കഴിയുമ്പോൾ അത്രയും ദിവസത്തെ പൂജകളും കാര്യങ്ങളും സ്നാനങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഒരു ജലം മലിനപ്പെടും എന്ന് പറയുമ്പോഴും ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിനുള്ളിലായാലും ഇന്ത്യക്കുള്ളിലായാലും മലിനപ്പെടാത്ത ജലം ഏത് ഭാഗത്താണുള്ളത്? കാശി തന്നെ എടുത്തു നോക്കൂ. കാശിയിലെ ജലത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൂടെ ഒന്ന് ചിന്തിക്കണം. കാശിയുടെ ജലത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ ആ ഒരു കുംഭമേള നടക്കുന്നത് കൊണ്ട് മാത്രം ജലം മലിനപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മലിനപ്പെടുകയാണെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അല്ല, ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരിന് മാറി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് തന്നെ അറിയാം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സർക്കാരിനൊക്കെ നല്ല രീതിയിൽ ഫണ്ട് വീഴുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശബരിമലയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമലയിൽ തീർത്ഥാടന സമയത്ത് ഒരു ദിവസം തന്നെ കോടികൾ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന അയ്യപ്പ ഭക്തരാണ് കൂടുതലും പൈസയൊക്കെ ഇടുന്നതിൽ ഇച്ചിരി പിശുക്ക് കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരൊക്കെ പിടികണക്കിനാണ് പണം കൊണ്ടുവന്ന് ഇടുകയും അതുപോലെ തന്നെ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലൊക്കെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതേസമയം നമുക്കറിയാം കേരളത്തിലുള്ള ആളുകളൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ അവർക്ക് സ്ഥിരമായി കേരളത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ മാലയിട്ട് ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം തീരും. അല്ലാണ്ട് അവിടെ കൊണ്ടുവന്ന് കുറച്ചധികം പൈസ ചിലവാക്കണം, അല്ലെങ്കിൽ ശബരിമലയിൽ ഇത്രയും ദിവസത്തെ വ്രതവും പിടിച്ച് നോമ്പ് നോറ്റ് പോകുന്ന ആളുകളിൽ എത്ര പേര് അവിടെ ഒരു വിളക്ക് നടത്താനുള്ള പൈസ കൊടുക്കാറുണ്ട്? അവരുടെ കയ്യിൽ കൽപ്പിച്ചത് കൊടുക്കൂ. ഒരു ദിവസത്തെ വിളക്ക് മുഴുവൻ നടത്താനുള്ള ഒരു നിവൃത്തി ആർക്കും ഉണ്ടാവില്ല, സാധാരണപ്പെട്ട ആളുകൾക്ക്. എന്നാലും ഒരു അയ്യപ്പന് വേണ്ടിയിട്ട് 500 രൂപയുണ്ട് വിളക്ക് നടത്തൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളുകളുണ്ടോ? ശരിക്കും ആ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഇപ്പോഴത്തെ ഈ ഒരു തീവട്ടിക്കൊള്ളയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1 രൂപ പോലും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനാണ്? ഭഗവാന് പൈസ കിട്ടില്ല. പിന്നെ പൈസയുടെ പേരിൽ ആ ഒരു പൈസയൊക്കെ മേടിച്ച് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നവീകരണം നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. കാരണം കാനന സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഇത്രയധികം വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ ശബരിമലയിലെ പമ്പാ നദിയിലെയും ഒക്കെ ആ ഒരു ജലത്തിലൊക്കെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്, മീഡിയകൾ വഴി കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിലാണ് അയ്യപ്പ ഭക്തർ വന്ന് കുളിച്ച് തൊഴുത് പോകുന്നത്. അപ്പോൾ അത് വച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു നിളാതീരത്ത് ഈ കുംഭമേള കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു വെള്ളത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. അതാണ് ചെയ്യേണ്ടത്. ഏതെല്ലാം തരത്തിൽ മാലിന്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും? അപ്പോൾ അതിന് പൈസ ഇറങ്ങും, തുട്ടിറക്കി മുന്നോട്ട് വരിക. അതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാമജപങ്ങൾ കൊണ്ടും മന്ത്രോച്ചാരണം കൊണ്ടും കർപ്പൂരത്തിൻ്റെയും നെയ്യുടെയും ഒക്കെ ആ ഒരു പരിപാവനമായി ആ ഒരു സുഗന്ധം കൊണ്ടും പ്രകൃതി പോലും വളരെയധികം സന്തോഷത്തിൽ ആറാടുന്ന സമയം തന്നെയാണത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു മനോവിഷമം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കുംഭമേളയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.